ഞങ്ങളുടെ പുന്നാമ്പറമ്പ് പൂരം ദിവസത്തെ വിശേഷങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദാ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു 9:30 ആകുമ്പോഴാണ് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ശിവൻ്റെ അമ്പലം. അപ്പോൾ ആ ഒരു ശിവൻ്റെ അമ്പലത്തിൽ ആന തൊഴുതു വരികയാണ്. അപ്പോൾ അതാ കൊട്ടും പഞ്ചവാദിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മുന്നിൽ അങ്ങനെ പോയി. പിന്നെ ആനത മെല്ലെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ കൊട്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞാനും തുമ്പിക്കുട്ടി ഇറങ്ങി ഓടിയിട്ടോ ആനയെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ റിച്ചും നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ദാ ആന മന്ദം മന്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആനയ്ക്ക് ഇറക്കം പേടിയാണ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടക്കണമെന്നൊക്കെയാണ് കേട്ടോ ഓരോരുത്തരുടെ കമൻറ്റ്. അപ്പോൾ ശരിക്കും എന്താണെന്നറിയില്ല, നല്ല സ്ലോ ആയിട്ടാണ് കേട്ടോ ആന നടന്നു വരുന്നത്. അങ്ങനെ ഇത്രയും അടുത്തുനിന്ന് ആനേനെ കാണണത് ഇതേപോലെ പുന്നാമ്പറമ്പ് പൂരം ദിവസം ഇങ്ങനെ അവിടെ തൊഴുത് വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാ ആനയുടെ തുമ്പിക്കൈയിലൊരു പട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കഴിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂപ്പര്. അങ്ങനെ ആനയൊക്കെ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ്റെ മോളാണ്. അപ്പോൾ എന്താ ഞങ്ങൾ ആനയുടെ വിശേഷങ്ങളും അതേപോലെ പൂരത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ നാട്ടുവർത്താനങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ വേല പുന്നാമ്പറമ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 3 ആനയാണ് അവിടെ നിന്നുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. ആ വേലയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നിട്ട് ആ വേല പോണതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കാവിലോട്ട് നടക്കുകയാണ്. അപ്പോൾ അതാ അച്ഛനും തുമ്പിക്കുട്ടിയൊക്കെ പിന്നാലെ വരുന്നുണ്ട്. ഇങ്ങനെ ഏട്ടനുണ്ട്, അതേപോലെ ചേച്ചിയുടെ ഭർത്താവ്, പിന്നെ ഏട്ടൻ്റെ മോള് തുമ്പി, പിന്നെ റിച്ചു, ഞാൻ എല്ലാവരും കൂടിയിട്ട് ഇതാ നടന്ന് ക്ഷീണിച്ച് ഇതാ പൂരപ്പറമ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂരം ഇതാ ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമാണ് അല്ലേ. ഒരു 4:30 4:45 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കാവിലെത്തിയിട്ടുള്ളത്. അപ്പോൾ കാവിലെത്തിയ വഴി കണ്ട കാഴ്ച ഇതാണ്. ഇതേപോലെ ഒരുപാട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിറച്ച് കച്ചവടക്കാരുണ്ട്. കുലുക്കി സർബത്ത്, അതേപോലെ ചായ, അതേപോലെ എണ്ണക്കടികളൊക്കെ. അങ്ങനെ ദാ ഇനി ഞങ്ങൾ തിരക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ പൂരക്കാവൊന്ന് ചുറ്റിക്കറങ്ങുകയാണ്. അപ്പോൾ തിരക്ക് വന്നാൽ എനിക്ക് പേടിയാണ് കേട്ടോ. ഞാൻ തിരക്ക് വരുന്നതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. തിരക്ക് വരുമ്പോഴേക്കും ഞാനിതൊരു സൈഡിൽ പോയി മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ഇതാണ് ഏറ്റവും വലിയ കാള. അപ്പോൾ ഈ ഒരു കാളയുടെ പേര് കതിരവൻ എന്നാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള കാളകളെയൊക്കെ കാണുകയാണ്. അപ്പോൾ തലേ ദിവസം കാളവേലയ്ക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുവിധം പൂരപ്പറമ്പൊക്കെ ചുറ്റിക്കറങ്ങി ഇനിതാ തിരക്കില്ലാത്തൊരു ഭാഗത്ത് ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൂരപ്പറമ്പിൽ നിന്ന്
ചായ കുടിക്കുകയാണ്. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഏട്ടൻ ചായ വേണോ വെച്ച് നോക്കുമ്പോൾ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായയും അതേപോലെ കോളിഫ്ലവർ പൊക്കവടയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ എന്താ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് എന്താ ഏട്ടൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഞങ്ങൾ ഐസ്ക്രീം കൊടുക്കാറില്ല കേട്ടോ, കാരണം എപ്പോഴും ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ അതാ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ട് അവളേനെ സന്തോഷിപ്പിച്ചിറക്കുകയാണ്. ഓരോ വേല വരുമ്പോൾ ഉള്ള ആഘോഷങ്ങളാണ്. അങ്ങനെ ആനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ദൂരെയുള്ള കാഴ്ചകളൊന്നും വീഡിയോസ് എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുന്നാമ്പുറമ്പ് പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാ പൂരം കഴിഞ്ഞ് വന്ന് ഒരു 7:30 8 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ തുമ്പിക്കുട്ടിക്ക് അമ്മച്ചൻ വാങ്ങിക്കൊടുത്ത ബലൂണുകളാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ വീർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരാണ് ഏറ്റവും വലിയ ബലൂണ് വീർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മത്സരിച്ചിട്ടാണ് കേട്ടോ ബലൂണുകളൊക്കെ വീർപ്പിക്കുന്നത്. അപ്പോൾ തുമ്പിക്കുട്ടർ അത്ര ഉണ്ട് ഓരോ ബലൂണ്. അപ്പോൾ നമ്മുടെ പൂരം ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ വേറെ ഉള്ള വീഡിയോസൊന്നും ഇതിൽ നമ്മുടെ വീട്ടിലെ വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ തൂതപ്പൂരത്തിൻ്റെ എൻ്റെ വീട്ടിലെ വീഡിയോ പൂരം ദിവസത്തെ ഇട്ടപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.